നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ വജൻ ജെ സ്റ്റീഫൻ. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിലമ്പൂരിൽ ജനങ്ങൾ വിധി എഴുതി. പോളിംഗ് ശതമാനം 73.35. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഇരു മുന്നണികളിലും ആശങ്ക. ഇറാൻ ആണവ നിലയത്തിലും ഇസ്രായേലിലെ ആശുപത്രിയിലും ആക്രമണം. മരണസംഖ്യ 300 കടന്നു. ഓപ്പറേഷൻ സിന്ധു ഇസ്രായേലിലേക്ക് വ്യാപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാം. ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെന്ന് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വായന ഇനി വിനോദം മാത്രമല്ല, വായനയ്ക്ക് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ന്യൂജൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന് ഇത് ആദ്യ മത്സരം. സംപ്രേഷണ കരാർ പുതുക്കാതെ ISL തുടങ്ങില്ല. 15 വർഷത്തെ കരാർ ഡിസംബറിൽ അവസാനിക്കും. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 74.35% പോളിംഗ്. 2021 76.60% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. കനത്ത മഴ പോളിംഗ് ശതമാനം കുറയ്ക്കാൻ കാരണമായെന്ന് മുന്നണികൾ വിലയിരുത്തി. ജൂൺ 23-നാണ് വോട്ടെണ്ണൽ. ഇറാനിലെ അരാഖ് ആണവ നിലയത്തിൽ ഇസ്രായേൽ ബോംബിട്ടതിനു പിന്നാലെ ഇറാഖിന്റെ മിസൈൽ ആക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രി സമുച്ചയം അടക്കം 4 നാശനഷ്ടം. ഇസ്രായേലിനൊപ്പം US ആക്രമണത്തിൽ പങ്കുചേരുമെന്ന സൂചന ശക്തമാകുന്നതിനിടെ ഓപ്പറേഷൻ സിന്ധു ഇസ്രായേലിലേക്ക് കേന്ദ്ര സർക്കാർ വ്യാപിപ്പിച്ചു. ഇസ്രായേലിൽ നിരവധി ഇന്ത്യക്കാർ ഉള്ള സാഹചര്യത്തിലാണ് ഈ തീരുമാനം. മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത് മടങ്ങാം. US സൈനിക നടപടിക്ക് മുമ്പ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. നയതന്ത്ര പരിഹാരത്തിന് 2 ആഴ്ച ശ്രമിക്കുമെന്നും അതിനുശേഷം മാത്രം ഇറാനെതിരെ ആക്രമണം നടത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. കലാകായിക മത്സരങ്ങളിൽ മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് പോലെ വായന മികവ് പുലർത്തുന്നവർക്കും ഗ്രേസ് മാർക്ക് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PN പണിക്കർ വായനാ ദിനാചരണ ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. വിദഗ്ധരുമായി നടത്തിയ ചർച്ചയിലാണ് 10 മാർക്ക് വരെ ഗ്രേസ് മാർക്ക് നൽകാമെന്ന് തീരുമാനിച്ചത്. പത്രവും മാസികകളും വായിക്കുക, വായിച്ചത് എഴുതി വയ്ക്കുക തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് മാർക്ക് നിർണയിക്കുക. കായിക വാർത്തകൾ. സീനിയർ താരങ്ങളുടെ വിരമിക്കലിനു പിന്നാലെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ മത്സരത്തിന് പുതിയ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും സംഘവും ഹൈറ്റ്ലൻഡിലെ പിച്ചിലേക്ക് ഇന്ന് ഇറങ്ങും. ഉച്ചതിരിഞ്ഞ് 3:30-നാണ് മത്സരം. പുതിയ താരങ്ങളുടെ പരിചയക്കുറവ് വെല്ലുവിളിയാകുമെന്ന് ആശങ്ക. ISL സംഘാടകരായ FSDL-ഉം AIFF-ഉം തമ്മിൽ സംരക്ഷണ കരാർ ഒപ്പിടാതെ പുതിയ സീസൺ തുടങ്ങില്ല. 2010-ൽ ആരംഭിച്ച ISL-ന്റെ സംരക്ഷണ അവകാശം റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള FSDL-നാണ്. പ്രതിവർഷം 50 കോടി രൂപയാണ് അനുവദിച്ചത്. കരാർ ധാരണയായതിനു ശേഷം മതി പുതിയ സീസൺ എന്നാണ് സംഘാടകരുടെ നിലപാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിൽ ജനങ്ങൾ വിധിയെഴുതി. പോളിംഗ് ശതമാനം 73.35. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഇരു മുന്നണികളിലും ആശങ്ക. ഇറാൻ ആണവ നിലയത്തിലും ഇസ്രായേലിന്റെ ആശുപത്രിയിലും ആക്രമണം. മരണസംഖ്യ 300 കടന്നു. ഓപ്പറേഷൻ സിന്ധു ഇസ്രായേലിലേക്കും വ്യാപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാം. ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെന്ന് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വായന ഇനി വിനോദം മാത്രമല്ല, വായനയ്ക്ക് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ന്യൂജൻ ടെസ്റ്റ് ടീമിന് ഇത് ആദ്യ മത്സരം. സംപ്രേഷണ കരാർ പുതുക്കാതെ ISL തുടങ്ങില്ല. 15 വർഷത്തെ കരാർ ഡിസംബറിൽ അവസാനിക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.